വശത്ത് കൂടി വചനത്തിൽ നിന്ന് പറയാം. ഇവിടെ വായിച്ച വചനത്തിൽ നമ്മൾ കണ്ടത് ഡേ ഓഫ് പെൻറ്റക്കോസ്റ്റ്, ഇതൊരു ദിവസത്തിൻ്റെ പേരാണ്. ഇസ്രയേൽ ആചരിച്ചു പോരുന്ന 8ഓളം പെരുന്നാളുകളുണ്ട്. ആക്ച്വലി 9 എണ്ണമൊക്കെ ഉണ്ട്, ചിലത് ഗൗരവമുള്ളതല്ല. 7 ലേവ്യ പെരുന്നാളുകളും പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട 1-2 പെരുന്നാളുകളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് 7 എണ്ണം എടുക്കാം. 7 പെരുന്നാളുകൾ ബൈബിൾ വായിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം. ഒന്ന് പെസഹയാണ്. പെസഹയുടെ തൊട്ടടുത്ത ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. പെസഹയുടെ 3-ാം ദിവസം ആദ്യബല പെരുന്നാളാണ്. അപ്പോൾ ഒരു പാക്കേജാണ്, അടുത്തടുത്ത് വരുന്നതുകൊണ്ട് അവയെ ചേർത്ത് പെസഹ എന്ന് പറഞ്ഞാൽ മതി. പെസഹയിൽ 3 പെരുന്നാളുകളാണ്. ഇനി പെസഹയുടെ ആചരണം കഴിഞ്ഞ് ഒരു ചെറിയ ഇടവേള, ഏതാണ്ട് 50 ദിവസം. പെസഹ മുതൽ 50ാമത് ദിവസമുണ്ട്. പെസഹയുടെ സമാപന ദിവസം മുതലുള്ള 50ാം ദിവസത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത്. അന്ന് നാട്ടിലൊരു സവിശേഷത ഉണ്ട്. ദൂരത്തൊക്കെ ജോലിക്ക് പോയ മനുഷ്യർ, യഹൂദന്മാർ, ഈ പെസഹ ആചരിക്കാൻ യെരുശലേമിൽ വരും. പെസഹ ആചരിക്കാൻ വരുന്ന ആളുകളെ ബന്ധുക്കളുടെ വീടുകളിൽ അവർ കൈക്കൊള്ളും. 1-2 ദിവസമല്ല, 50 ദിവസം. നമുക്കൊക്കെ അത് ഓർക്കാനേ പറ്റുന്നില്ല. ബന്ധുക്കൾ 50 ദിവസം വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞല്ലേ. പക്ഷെ അവർക്ക് വലിയ സന്തോഷമാണ്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കും. കാരണം അവർക്ക് അനുഗ്രഹമാണെന്ന് കരുതി അങ്ങനെ പാർപ്പിക്കും. അവരും വന്നവരും ഒക്കെ പണം ചിലവഴിച്ച ആഘോഷം 50 ദിവസം. ഈ 50ാം ദിവസം അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ ചിതറിപ്പോയ ജൂതന്മാർ, ജോലിക്ക് പോയവർ, അടിമകളാക്കപ്പെട്ടവർ, അന്നത്തെ സാംസ്കാരിക സ്ഥിതി അനുസരിച്ച് പലയിടങ്ങളിൽ പോയ മനുഷ്യർ എല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ വലിയ വലിയ വീടുകൾ വേണം. ആ കൂടെ ഒരു വീടാണ് യെരുശലേമിൻ്റെ ആ ഹൃദയഭാഗത്തുള്ള മാർക്കോസിൻ്റെ വീടെന്നറിയപ്പെടുന്നൊരു സ്ഥലം. ആ വീട് വലുതാണ്. മാർക്കോസ് ഒരു സമ്പന്നനാണ്. മാർക്കോസിൻ്റെതാണ് ഗസ്സമന എന്നറിയപ്പെടുന്ന തോട്ടം. മാർക്കോസിൻ്റെ കുടുംബത്തിൻ്റെയാണ്. 120 പേർക്കൊക്കെ വരാം, ഏത് സമയത്തും ഭക്ഷണം കഴിക്കാം. ഇങ്ങനെയുള്ള വലിയ സൗകര്യമുള്ളൊരു വീട്. ആ വീട്ടിൽ പെസഹയാചരണമൊക്കെ കഴിഞ്ഞ് 50ാം ദിവസം ഒത്തുകൂട്ടിയ മനുഷ്യർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ അവർക്കൊരു പുത്തൻ അനുഭവം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. വീണ്ടും കണ്ടു, കൊടിയ മുഴക്കം പോലൊരു മഹാശബ്ദം അവിടെ വ്യാപരിച്ചു. ആ മുഴക്കവും ശബ്ദവുമൊക്കെ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും ഈ നാവുകൾ വന്ന് ഇവരിൽ ഓരോരുത്തരുടെ മീതെ പതിഞ്ഞു. അവർ സ്ഥലകാല ബോധം മറന്ന് ഒരു പുത്തൻ ആത്മാനുഭൂതിയിലൂടെ സഞ്ചരിച്ച് ആ നാവിൻ്റെ ഉള്ളിൽ തങ്ങി നിന്ന വാക്കുകൾ തുടരെ പറഞ്ഞപ്പോൾ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് അതെന്തൊക്കെയോ അപര്യാപ്തതയുടെ ശബ്ദമായി തോന്നി ചിലർക്ക്. ഈ ശബ്ദവും ബഹളവും എന്തെന്നറിയാൻ ആളുകൾ ഓടി വന്നവരിൽ 18 ഭാഷക്കാരുണ്ടായിരുന്നു. അറബി സംസാരിക്കുന്ന, എബ്രായ സംസാരിക്കുന്ന, ഗ്രീക്ക് സംസാരിക്കുന്ന, മറ്റ് പ്രാകൃതങ്ങളും പരിഷ്കൃതങ്ങളുമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഈ കൂടെ വന്നു. അവരൊരു കാര്യം മനസ്സിലാക്കി. ഗലീലിയ എന്നറിയപ്പെടുന്ന അപരിഷ്കൃതമായൊരു ഗ്രാമത്തിലെ 11ഓളം വരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരും അവരുടെ പഠിപ്പിക്കൽ കേട്ടുവന്ന 120-ലധികം വരുന്നൊരു ജനതയും ഇതാ യാതൊരു പഠിപ്പും വിവേകവുമില്ലാത്ത അതിസാധാരണക്കാരായ മനുഷ്യരും ഒത്തുകൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യുക. നാം ഓരോരുത്തരും ജനിച്ചു വളർന്ന നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. സുഹൃത്തെ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ദൈവികമായൊരു ഭാഷയിൽ സകർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അവർ സംസാരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് ചിലർക്ക് മനസ്സിലാകാത്തവരും ഉണ്ടായിരുന്നു. മനസ്സിലാകാത്തവർ പറഞ്ഞു, മദ്യപിച്ചിട്ടാ ഈ ബഹളമല്ല കേട്ടോ. അവന് മറുപടിയും കൊടുത്തു. അതാ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പ്രസംഗം ഒരു ഖണ്ഡന പ്രസംഗമാണ്.
സഭ ആരംഭിച്ച് ധന്യനായ പത്രോസ് ആദ്യം പ്രസംഗിക്കുകയാണ്. പന്തിരുവരോടുകൂടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, സഹോദരന്മാരായ പുരുഷന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. ഇതൊരു പ്രവചന നിവൃത്തിയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. മഹാദൈവത്തെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള ക്രൈസ്തവികതയുടെ കാഴ്ചപ്പാട്? പിതാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. അതുകൊണ്ട് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, സർവജ്ഞാനി, സർവവ്യാപി, അതാണ് ദൈവം. ഈ ദൈവത്തിന് മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ദൈവം സ്ഥലം, കാലം, ഭാഷ, ഊർജം, ടൈം, സ്പേസ്, മാറ്റർ, എനർജി, ഇതിനൊന്നും വിധേയപ്പെടുന്നവനല്ല. മനസ്സിലായോ? ദൈവത്തിന് ബാധകമല്ലെന്ന്. സമയം ബാധകമല്ല. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ദൈവത്തിന് സമയം എന്നൊരു വിഷയമില്ല. പാട്ടുപാടുന്ന കക്ഷി പണ്ടേ അറിയാവുന്ന പാർട്ടിയാണ്. അങ്ങേരെന്നെ കണ്ടിട്ട് പറയുകയാണെന്ന്, പക്ഷേ അന്ന് കണ്ടതിലൊക്കെ ക്ഷീണിച്ചു പോയല്ലോ, എന്തു പറ്റി? നമ്മൾ ക്ഷീണിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. അങ്ങനെ അറിയല്ലേ? സ്ത്രീകളൊക്കെ എന്നെന്താ പറയുന്നറിയാം, സ്ത്രീ ക്ഷീണിച്ചു പോയാൽ പറയും, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. പിന്നെ എന്തൊരു അത്യാവശ്യം, ഇങ്ങനെ ചെറുപ്പത്തിൽ വന്ന് കണ്ടിട്ട് എന്താ കാണിക്കാൻ? എന്ത് ധൈര്യത്തിൽ ഇത് പറയുന്നറിയാം? മനുഷ്യർക്ക് പറ്റുമോ ചെറുപ്പത്തിൽ പോയി അവരെ കാണാൻ? സാധിക്കില്ല. സ്ത്രീകൾ അങ്ങനെയാണ്. എന്നോട് ഇങ്ങനെ പറയാണ്, ആകെ ക്ഷീണിച്ചല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വിഷമം മാറാനൊരു വഴിയുണ്ട്. തിരിച്ചങ്ങേരെയും കൂടെ ഒന്ന് നോക്കിയാൽ മതി. 10 കൊല്ലം മുമ്പ് കണ്ട കൂട്ടുകാരൻ നമ്മളെ കണ്ടിട്ട് ഇയാൾ ക്ഷീണിച്ചു പോലോ, താല നരച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ മാറണ ഒരു വഴിയുണ്ട്. കാരണം അവന് ക്ഷീണിച്ചു. കാരണം കാലം ആക്രമിച്ചു, തല നരച്ചു, കണ്ണു കുഴിഞ്ഞു, ബലം നഷ്ടപ്പെട്ടു. ദൈവം ഇങ്ങനെ ആകുമോ? നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരാ കുഞ്ഞേ മറന്നുപോയല്ലോ? ദൈവം ചോദിക്കോ? ദൈവത്തിന് കാലം ബാധകമല്ല, പ്രായം ബാധിക്കില്ല. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞെ ഞാനിപ്പോഴേ കണ്ണൂരാ, അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്, നിന്നെ ഒന്ന് കാണാൻ നോക്കാം. കുഞ്ഞെ പഴയ പോലൊന്നും വയ്യ. ദൈവം ഇങ്ങനെയാണോ? അല്ല. ചില ആൾ കണ്ട പ്രായമൊന്നും ആയില്ല തന്നെ പ്രായമായൊരു പ്രതി, അയ്യടാ ഇവിടെ ഒരു വെട്ടൽ, ചുമ്മാ പറയുന്ന, പകുതി രോഗവും ചുമ്മാ പറയുന്ന. ഞാൻ മനസ്സിലാക്കി ഈ സഹോദരിമാർക്കൊക്കെ രോഗമെന്ന് പറയുമ്പോൾ ക്ഷമിക്കണം, പകുതിയും ചുമ്മാ പറയുന്ന രോഗങ്ങളാണ്. അതിലൊരു കാര്യം കൂടെ പറയാം. ബൈബിൾ പഠിച്ചാൽ 5 അപ്പം 5000 കൊടുത്തു നഗർത്താം അല്ലേ? പുരുഷന്മാരുടെ എണ്ണം 5000, അങ്ങനല്ലേ? അങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടോ? പുരുഷന്മാർ കഴിച്ച കണക്കേ ബൈബിളിലുള്ളൂ. സ്ത്രീകളുടെ കണക്കെന്നാ എഴുതാഞ്ഞെന്നറിയാമോ? കണക്കില്ലാതെ കഴിക്കും ചിലതാ. കണക്കില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ അടുത്തൊരു ചോദ്യം വെച്ചാൽ, നിങ്ങളെനിക്കിവിടെ എന്താ ഉണ്ടാക്കി തരുന്നത് അല്ലേ? പാസക്കൊന്നൊരു തല കുലുക്കാൻ പോലുള്ള ധൈര്യമില്ല. തലകുലുക്കി ശരിയാണെന്നൊന്ന് പറയണമെന്നുണ്ട്, പുള്ളിക്കാരി ഇവിടെ കണ്ടുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കിയായിരുന്നു കൊണ്ട് പോട്ടെ. അച്ഛാ തലയൊന്നും കുലുക്കണ്ട അവിടെ ഇരുന്ന്. ചുരുക്കി പറഞ്ഞാൽ പ്രായം നമ്മളെല്ലാം ബാധിക്കും. ദൈവത്തെ പ്രായം ബാധിക്കുമോ? ഇല്ല. സ്ഥലം ബാധിക്കുമോ? എനർജി. പ്രായം ഒത്തിരി ആയതുകൊണ്ട് നല്ല തണുപ്പത്ത് ദൈവത്തിന് പ്രവർത്തിക്കണേ കമ്പിളി വേണോ? ഹൈ റേഞ്ചിലൊക്കെ ചെന്നാൽ ഞാനും ഹൈ റേഞ്ചുകാരനാണ് കേട്ടോ. അതേ ഹൈ റേഞ്ചുകാരനാണ്. ഏലപ്പാറ എൻ്റെ വീട്, ശരിക്കും ജനിച്ച സ്ഥലം. ചുരുക്കി പറഞ്ഞാൽ തണുപ്പ്, നല്ല തണുപ്പത്ത് കമ്പിളി വേണം. ദൈവം പറയോ, എടോ വർഷം എത്രയായി ഞാൻ ഭയങ്കര തണുപ്പാണ്, AC ഇട്, ചൂടാന്ന് പറയോ? ഇല്ല. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. അതാ ദൈവം.
നമ്മൾ ഈ സ്വർഗം എന്നൊക്കെ പറയുമ്പോഴും ദൈവം സ്വർഗത്തിലൂടെ ഒരു ഓഫീസും ഒക്കെ ആയിട്ട് ഇരിക്കുകയല്ല. ദൂതന്മാരവിടെ, ഇവിടെ ഒരു കോളിംഗ് ബെല്ല്, ഗബ്രിയേലേ എവിടെ പോയിട്ട് വന്നു, ഞാൻ ഇന്നെടുത്താ, അവിടെ ഇരി, ഇവിടെ ഇരി. ഇങ്ങനെയല്ല, അതൊക്കെ ഒരു സങ്കല്പമാണ്. മനുഷ്യന് മനസ്സിലാകാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ മനസ്സിലായില്ലേ? കുറേ ദൂതന്മാരവിടെ ഇങ്ങനെ മാറി നിന്ന് നമ്മളാ സങ്കല്പിച്ച പോലല്ലത്. അപ്പം ദൈവം സകലയിടത്തും വ്യാപിച്ചു നിൽക്കുന്നവൻ, സകലയിടത്തും. എന്നാ യാക്കോബ് പറഞ്ഞത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. സങ്കീർത്തനം പറയാ, തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുമുണ്ട്. ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് വാർത്താൽ അവിടെയും നിന്റെ കരം എന്നെ പിന്തുടരും. ഇതായത് പറയുക, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാഹാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതി. ഇതാണ് ദൈവം. നീ മറ്റൊന്ന് ദൈവത്തിന് കാലമില്ലെന്ന് പറഞ്ഞത് ഒന്ന് തെളിയിച്ചിട്ട് അടുത്തിലേക്ക് പോകാം. നമുക്ക് ലോകചരിത്രം തുടങ്ങുന്നേ ഉൽപ്പത്തി 1:1 കാണാമല്ലോ നമ്മൾ. അങ്ങനെയല്ലേ? അതിൽ ദൈവം അതിലൊരു പരിഭാഷയുടെ തെറ്റുണ്ട്, തിരുത്തിക്കോണം. അതിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് ശരി പരിഭാഷ. ദ വിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. സ്വർഗങ്ങൾ, ആകാശഭൂമിയല്ല, സ്വർഗങ്ങൾ. അങ്ങനെയാണ്. അതെന്താട്ടെ, വെളിച്ചമുണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു. പിന്നെ ഉണങ്ങിയ നിലം, മീതെയുള്ള ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടൊരു പ്രശ്നം ബൈബിളിൽ. ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ്. എന്നിട്ട് ആദ്യം പറയാ, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല, 2-ാം ദിവസം എങ്ങനെ? 1-2 ദിവസം എങ്ങനെ ഉണ്ടാവും? എന്താ ഈ സൂര്യനും ചന്ദ്രനും ദിവസം എന്നൊക്കെ പറഞ്ഞാൽ, ഈ കറങ്ങുന്ന ഭൂമി സൂര്യവെളിച്ചം ഇവിടെ വരുമ്പോൾ പകല്, അപ്പുറത്ത് രാത്രി. അപ്പം സൂര്യനെ സൃഷ്ടിക്കാതെ 1-2 ദിവസം എങ്ങനെ ഉണ്ടാവും? എന്നൊരു സംവാദ വേദിയിൽ നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ ആളുകൾ ചോദിച്ചാൽ, യൂട്യൂബിൽ കിടപ്പുണ്ട്, കാളിയാക്കി പരിഹസിച്ച്. നമ്മളിതൊക്കെ ഒത്തിരി കണ്ട ഒരാളായുണ്ട്. എല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ കാര്യം അങ്ങ് പറ, ഞങ്ങളെല്ലാം പൊട്ടത്തരം പറയുന്നല്ലേ പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പോൾ പറഞ്ഞത്, ബിഗ് ബാങ്ങാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ബിഗ് ബാങ് തന്നെ 2 സുവിശേഷകർ സൃഷ്ടിച്ചതാണ്. അതറിയില്ലേ? നിങ്ങളെന്തെന്നാ മനസ്സിലാക്കിയേ? ലോകത്തിന് ഐസക് ന്യൂട്ടനെ കൊടുത്ത മാർഗം, ആൽബർട്ട് ഐൻസ്റ്റീനെ കൊടുത്ത മാർഗം, മൈക്കൽ ഫാരഡയെ കൊടുത്ത മാർഗം, മാഡം ക്യൂറിയെ, മേരി ക്യൂറി, പിയറി ക്യൂറി 2 പേരെ ലോകോത്തര സയൻറ്റിസ്റ്റുകളെയൊക്കെ ലോകത്തിന് സമ്മാനിച്ച് ഏറ്റവും അധികം 75% നൊബേൽ പ്രൈസും വിൻ ചെയ്ത ഒരു സമൂഹത്തിൻ്റെ വക്താവായിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. നിരീശ്വരന്മാരുടെ സംഭാവന കേൾക്കണോ? 9%. എത്തിസ്റ്റുകൾ ലോകത്തിന് കൊടുത്ത സംഭാവന 9% നൊബേൽ പ്രൈസ് വിന്നേഴ്സ്. ബൈബിൾ വായിക്കുന്നവർ ലോകത്തിന് കൊടുത്ത സയൻറ്റിസ്റ്റുകളുടെ എണ്ണം 69%. 69-70% ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുക ശാസ്ത്രം, സയൻറ്റിസമാണ് പറയുന്നത്. തിയറിയുണ്ട്, ഹൈപ്പോത്തസിസ് ഉണ്ട്, ലോ ഉണ്ട്. അതൊക്കെ വേർതിരിച്ച് പഠിക്കണം. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം എൻ്റെ ഒരിക്കൽ ഈ ബിഗ് ബാങ്ങും പരിണാമവും ഒക്കെ പറഞ്ഞ മനുഷ്യനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. നമ്മളിങ്ങനെ പരിണമിച്ച് ഇന്നത്തെ രൂപത്തിലെത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ, നിങ്ങൾ കള്ളം പറയുന്ന, കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്ന് ഞങ്ങളാരും പഠിപ്പിക്കുന്നില്ല. അത് അച്ഛന്മാരും ഉപദേശിമാരും ഒക്കെ ചുമ്മാ ഞങ്ങളുടെ പേരിൽ പറയുന്ന പരിണാമ സിദ്ധാന്തം അങ്ങനെ പഠിപ്പിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു കുരങ്ങൻ? അല്പം കഴിഞ്ഞത് നേരെ നിൽക്കുന്നു, അല്പം കഴിഞ്ഞ് അതിൻ്റെ വാല് പോകുന്നു, അല്പം കഴിഞ്ഞത് മനുഷ്യനാകുന്നു, അല്പം കഴിഞ്ഞ് അത് ഗറിലയാകുന്നു, അല്പം കഴിഞ്ഞത് സി രവീന്ദ്രനാകുന്നു. ഇങ്ങനെ പോകുന്ന പടമാണ് നിങ്ങൾ വരച്ചു വെച്ചാ. ഈ പാവം പിള്ളേരുടെ ഹൃദയത്തിൽ കുരങ്ങിങ്ങനായി എന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇനി ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ഇടാൻ വരികയാണ്. അത് കൈവച്ചേക്ക പരിപാടി. നിങ്ങൾക്ക് തന്നെ നാണക്കേടാ, ഇത് തെളിയിക്കാൻ പറ്റില്ല, സമ്മതിച്ചേക്കാം. ഈ പരിണമിച്ച് അങ്ങോട്ട് പോകാം. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നിയമം വഴി വലിച്ച് ഞാൻ താഴെ ഇടുമ്പോൾ കണ്ടോണം.
വാ ഇങ്ങോട്ട് നമുക്ക് സംസാരിക്കാം, നാളെ പകലും കൊണ്ടിവിടെ സംസാരിച്ചിട്ടേ പോകുന്നു. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം വേണം. അപ്പോൾ ഈ ഇവല്യൂഷൻ്റെ ആ റിവേഴ്സ് ഇവല്യൂഷൻ എന്താ എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. വീണ്ടും രവിയന്ത്രം കുരങ്ങനാകുമെന്ന് പറഞ്ഞുതരാനാണ് പറഞ്ഞത്. ന്യൂട്ടൻ പറയുന്നതനുസരിച്ച് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ വായി നാക്കില്ല. മനസ്സിലായോ? അങ്ങനെ കുറേ കാര്യമുണ്ട്. പോട്ടെ. അപ്പോൾ ബൈബിൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിക്കണം. ബൈബിൾ പറഞ്ഞത് നമ്മൾ കാണുന്ന 24 മണിക്കൂറിനെ പറ്റി അല്ല. അതിനും ഒരു തെളിവ് തരാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അകലം 33 പ്രകാശവർഷം. 33 പ്രകാശവർഷം. പ്രകാശവർഷം അറിയാമല്ലോ, സൂര്യൻ വെളിച്ചം ഭൂമിയിലെത്താനുള്ള സമയം ഒരു സെക്കൻഡിൽ. അപ്പോൾ ഇതാ പ്രകാശവർഷം. അങ്ങനെയെങ്കിൽ 33 പ്രകാശവർഷ അകലെയുള്ള ഒരു നക്ഷത്രത്തിലേക്ക് ഇവിടുന്നൊരു മനുഷ്യൻ അതേ വേഗത്തിൽ പോയാൽ നമ്മുടെ കണക്കനുസരിച്ച് അതിന് 33 വർഷം മതി. അത്രയും വേഗത്തിൽ പോകുന്നൊരു വാഹനം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈയിടയ്ക്ക് നമ്മുടെ ചാനൽ അവതാരകർ ഒരു വാർത്ത പറഞ്ഞു, വീണെടുത്ത് ഞാൻ ചിരിച്ചുപോയി. കാരണം ഇന്ത്യ പാകിസ്ഥാന് നേരെ മിസൈൽ അയക്കുകയാണ്. അതിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു മിസൈൽ പ്രകാശ വേഗത്തിൽ അവിടെ ചെന്നു. പക്ഷെ എന്തെല്ലാം പൊട്ടത്തരമായി കേൾക്കണ്ട. പ്രകാശ വേഗത്തിലൊരു മിസൈൽ അയച്ചാൽ കാണാൻ പറ്റും. ഇമാർ ഇതെങ്ങനെ കണ്ടേ? പ്രകാശവേഗം പോയിട്ട് അതിൻ്റെ 10,000-ത്തിലൊരു അംശം പോലുള്ള വേഗമുള്ള സാധനമൊന്നും ഭൂമിയിലില്ല, ആരും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഈ കിടക്കട്ടെ ഒരു പഞ്ച് വരട്ടെന്നോർത്ത് പറയുന്ന ആ വേദലത് വിട്ടേക്ക്. ഞാൻ പറഞ്ഞതേ, ഈ വേഗത്തിൽ ഒരു 30കാരൻ ആ നക്ഷത്രത്തിൽ ചെന്നു. 30 വയസ്സുണ്ടെന്ന് കുട്ടിക്കേക്ക്. അയാളുടെ മോൻ 6 വയസ്സാണ് പ്രായം. ഇവൻ ആ വേഗത്തിൽ പോയി തിരിച്ചിവിടെ വരുമ്പോഴേക്ക് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ. മുറ്റത്തുണ്ട്. അങ്ങോട്ട് പോകാൻ 33 വർഷം, ഇങ്ങോട്ട് പോകാൻ 33 വർഷം കഴിഞ്ഞു. അപ്പോൾ മുറ്റത്തുണ്ട് 72 വയസ്സുള്ളൊരു കാർന്നോർ നിൽക്കുന്നു. കാർന്നോർ നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഈ കാർന്നോർ ചോദിക്കുക, ആരാ മനസ്സിലായില്ലല്ലോ? നിൻ്റെ അപ്പനായി വന്നിരിക്കുന്നത്. കാരണം എന്താ? ഇവിടെ 33 66 വർഷം കഴിഞ്ഞിട്ടും വേഗത കാരണം പ്രായം ഇയാളെ ബാധിച്ചില്ലെന്ന്. അപ്പോൾ കിട്ടിയ ഞാൻ സങ്കല്പം പറഞ്ഞേ. എൻ്റെ അർത്ഥം എന്താ? ദൈവം ഇതുപോലെയാണ്. സ്ഥലം, കാലം, പദാർത്ഥം, എനർജി ഇതൊന്നും ബാധിക്കില്ല. അതാ സത്യം. കണ്ട മനുഷ്യരെ നമ്മൾ ദൈവമായിട്ട് കാണാത്തത് എന്തുണ്ടാ? സ്ഥലം ബാധിക്കും, കാലം ബാധിക്കും, പദാർത്ഥം ബാധിക്കും. ചിലക്ക് മലയാളം പോലും ശരിക്കും അറിയത്തില്ല. വിദേശത്തൊക്കെ പോയി മലയാളത്തിലാണ് പറയുന്നത്. അല്ലാതെ സർവജ്ഞാനത്തിൻ്റെ വൈഭവം കൊണ്ട് പ്രസംഗിക്കൊന്നുമല്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നെയാണ് പോകുന്നത്. അല്ലാതെ പ്രത്യക്ഷപ്പെടുകയല്ല ഇവിടെ ചെന്ന്. അല്ലേ? അത് വിട്ട് ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എന്നോടൊരു ചോദ്യം ചോദിക്കും. സുഹൃത്തെ, ഇത്രയൊക്കെ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിനെ സ്ഥലം, കാലം, സമയം ഇത് ബാധിച്ചോ? യേശുവിന് സ്ഥലം ബാധകമായിരുന്നോ? കാലം ബാധകമായിരുന്നോ? പദാർത്ഥം ബാധകമായിരുന്നോ? എനർജി ബാധകമായിരുന്നോ? അല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ 33 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ? 12 വയസ്സുള്ളപ്പോൾ ശാസ്ത്രിമാരോട് സമ്പാദിച്ചു അല്ലേ? ബാധിച്ചില്ലേ? ബാധിച്ചു. സ്ഥലം ബാധിച്ചോ? ബാധിച്ചു. കാരണം എന്താ? അവൻ പാലസ്തീനിയ വിട്ടുപോയില്ല. ബാധിച്ചില്ലേ? പിന്നെ പദാർത്ഥം, എനർജിയൊക്കെ ബാധിച്ചു. ക്രൂശിച്ചു, കരഞ്ഞു, വിശന്നു. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാകുമോ? ഈ തിയറി അനുസരിച്ചാകത്തില്ല. ക്രൈസ്തവരായ നമ്മുടെ വിശ്വാസം എന്താ? അവിടുന്ന് സമ്പൂർണ്ണ ദൈവം. അതെങ്ങനെ ഒക്കും? ഇവ കൂടി ചാലിയാകണ്ടേ, കാര്യം ചേർന്ന് വരണ്ടേ? ഇപ്പൊ പറയാ, സ്ഥലം, കാലം, പദാർത്ഥം, എനർജി ഇതൊന്നും ബാധകമാകേണ്ടതില്ലാത്ത ദൈവം
ഇവയൊന്നും ആപ്ലിക്കബിൾ ആകേണ്ടതില്ലാത്ത ആ ഒമ്നിപ്രസൻസായ ഒമ്നിസെൻസായ സകലത്തിനും കാരണഭൂതനായ ദൈവം സ്ഥലത്തിനും കാലത്തിനും ആ പദാർത്ഥത്തിനും എനർജിക്കും വിധേയനായതിൻ്റെ പേരാണ് യേശുക്രിസ്തു. എന്ന് വച്ചാൽ അവിടുന്ന് ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിണിതഫലമായി. അതാണ് യേശുക്രിസ്തു. ഇത്രയും മനസ്സിലായെങ്കിൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു ബേതലഹേമിൽ ജഡത്തിൽ വെളിപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് മനുഷ്യരായ നമ്മുടെ ജഡത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച പ്രക്രിയയാണ് അപ്പോസ്തല പ്രവൃത്തി 2. ബേതലഹേം ദൈവപുത്രൻ ജഡത്തിൽ വന്നു, ജഡമെടുത്തു. പെന്തക്കോസ്ത് നാളിൽ ദൈവപരിശുദ്ധാത്മാവ് ജഡമെടുക്കുകയല്ല, നമ്മുടെ ജഡത്തിൽ പ്രവേശനം ചെയ്ത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു എന്ന ആ തത്വം യാഥാർത്ഥ്യമാക്കി. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ യെരൂശലേം ദേവാലയം ഉൾപ്പെടെ ലോകത്തിലെ ഒരു സ്ഥലവും പുണ്യസങ്കേതമല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആത്മനിറവിൽ ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചു, അവർ ശക്തിപ്പെട്ടു. അന്ന് എന്താ സംഭവിക്കുന്നത് എൻ്റെ സാഹചര്യം പറയാം. അവർ കടന്നുപോയ ജീവിതത്തിൻ്റെ ദുരിതപൂർണമായ വഴികളിൽ അതിന് തൊട്ട് മുമ്പ് വരെ അവർ ധൈര്യമില്ലാത്ത സാധാരണ മനുഷ്യരായിരുന്നു. ഭയമാ. നേതൃത്വം വഹിച്ച പത്രോസിന് ഭയം. കൂടെ ഉണ്ടായിരുന്ന അരുമശിഷ്യൻ ഒറ്റിക്കൊടുത്തു. നിങ്ങൾക്കറിയണ്ടേ, ഇതുപോലെ തകർന്നടിയേണ്ട ഒരു മാർഗമില്ല. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരാരും എഡ്യൂക്കേറ്റഡ് അല്ല, സമ്പന്നരല്ല, വിദ്യാസമ്പന്നരുമല്ല. അതിസാധാരണക്കാരായ ബേസൈദ കടൽ വരമ്പത്തുള്ള കടൽ തീരത്തുള്ള മത്സ്യബന്ധന തൊഴിലാളികളെ, ആട്ടിടയന്മാരെ, ജനസാമാന്യങ്ങളെ, ചുങ്കം പിരിവുകാരെ തൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആയിരക്കണക്കിന് ആൾക്കാർക്കിടയിൽ നിന്ന് ഒരു 10-12 പേരെ അങ്ങോട്ട് തിരഞ്ഞെടുത്തു. അവരിലാരും പ്രാപ്തരല്ല, അവരിലാരും സമ്പന്നരല്ല, അവരിൽ ഒരാൾക്കും എന്ന് പറയാൻ ഒന്നുമില്ലാത്ത അതിസാധാരണക്കാർ. അവരുടെ നേതാവാകട്ടെ കിടന്നുറങ്ങാൻ, അന്തി ഉറങ്ങാൻ ഒരു സ്ഥലമില്ലാത്ത ജീവിത പരിസ്ഥിതിക്കുടമ. ഇങ്ങനെ ഒരു നേതാവിനൊപ്പം ആരെങ്കിലും അണിനിരക്കോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി പോട്ടെ. നമ്മുടെ ഒരു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ഇത് കോർപ്പറേഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കോർപ്പറേഷനിലെയും തദ്ദേശ മൊത്തത്തിലെ തിരഞ്ഞെടുപ്പിൽ ഈ കാൻഡിഡേറ്റ്സ് വന്ന് എന്തോ പറയുന്നത്, നിങ്ങൾക്ക് വെളിച്ചം, പവർ കട്ട് ഉണ്ടാവില്ല, വഴി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കൊരു ദോഷമുണ്ട്, ഇതെല്ലാം ഇവർ ചെയ്തു തന്നാലും നമ്മൾ ചോദിക്കും നിങ്ങളിവിടെ എന്തോ ചെയ്യുന്നതാണ്. അങ്ങനെ കാണല്ലേ ജീവിതത്തെ. നമുക്കിതെല്ലാം വേണ്ടതാണ്. ഈ രാഷ്ട്രീയ കക്ഷികളും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ മുനിസിപ്പാലിറ്റി ഇതൊക്കെ വേണ്ടതാ, ഇല്ലെന്ന് ചിന്തിക്കരുത്. എൻ്റെ കാരണം അറിയണ്ടേ? പറയാം. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല, നമുക്കൊരു പ്രധാനമന്ത്രി ഇല്ല, ഇവിടെ മുനിസിപ്പാലിറ്റി ഇല്ല, ഇവിടെ പോലീസും ഇല്ലെന്നൊന്ന് സങ്കല്പിച്ചേ. നാട് ഭരിക്കുന്ന ഗുണ്ടകളായിരിക്കുന്നു. പിന്നെ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോകാനൊക്കത്തില്ല. മനസ്സിലായില്ലേ? ആര് ഭരിച്ചാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നവരെ. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ കളി എന്താ? ഒരു സിസ്റ്റമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, ഒരു സംവിധാനമുണ്ട്. അല്ലെ കൈക്കരുത്തുള്ളവൻ നിങ്ങളെ നേരിടും, പോക്കറ്റടിക്കും. വീടുകളിൽ കിടന്ന സ്ത്രീകൾക്ക് ഉറങ്ങാൻ പറ്റില്ല, ആൾക്ക് വഴിയടക്കാൻ പറ്റില്ല. ഇതൊക്കെ മാറ്റിയെടുക്കുന്ന എന്താ? ഒരു ഭരണക്രമം ഉള്ളതുകൊണ്ടാണ്. അത് പാർട്ടികളെല്ലാം അവരാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ പാർട്ടിയും വേണ്ടതാ, എല്ലാ പാർട്ടിയും ഒത്തിരി പാർട്ടി വേണ്ട, അത് വേറെ കാര്യം. ഈ ആളും പേരും ഇല്ല, ഒരുത്തം മാത്രം കാണും. സംസ്ഥാന കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റി എല്ലാം ഒരുത്തനാണെങ്കിൽ പിന്നെ അത്തരം പാർട്ടി മഹാശല്യമാണ്. മുന്നണിയിൽ ഇവരെല്ലാം കളഞ്ഞേക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ദോഷവും വരികയല്ല, 2-3 പാർട്ടി മതി. വരുമോ? ഇല്ല, പ്രധാന പാർട്ടി മതി. ഇവരുടെ കഷ്ടപ്പാടില്ല, ബാക്കിയൊക്കെ ഇങ്ങനെ നിലനിന്നു. ഇവരൊരു ശല്യവും കൂടാ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മറുവശം ഈ പാർട്ടി രാഷ്ട്രീയമൊക്കെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അങ്ങനല്ലേ? ഞാനെപ്പോഴും പറയാറുണ്ട്, നികുതി കൊടുക്കണമെന്ന് രേഖാമൂലം എഴുതി വെച്ചൊരു പുസ്തകം കൊണ്ട് നമ്മളീ നടക്കുന്നത്. ഇങ്ങനെ വേറെ മതഗ്രന്ഥം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ അവരെ ദൈവമാക്കി എന്ന് എഴുതി വെച്ചൊരു പുസ്തകം കൊണ്ടായി വരുന്നത്. അങ്ങനല്ലേ?
അത്യുന്നതൻ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. കണ്ടോ, സന്തോഷമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അധിപതിക്കെതിരെ വീട്ടിലിരുന്ന് പോലും ശപിക്കരുത്, ആകാശത്തിലെ പറവകൾ അത് കൊണ്ടു കൊടുക്കാൻ മതി. ഇൻ്റലിജൻസ് ഉണ്ടെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ അവകാശമൊന്നും വേണ്ടെന്നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിക്കുക. ഞാനീ മിക്കവാറും പ്രസംഗിക്കാൻ പോകുന്നിടത്ത് ഇഷ്ടംപോലെ പോലീസുണ്ട്. ഒരു 3 വണ്ടി പോലീസ് അവിടെ ഒന്ന് കിടക്കുക. ആരോ വിളിച്ചു വരുത്തിയതാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം അവരുടെ വചനം കേൾക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ചരിത്രവും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങി ചെന്നപ്പോൾ അതിലൊരു ഏമാൻ, അത് ഈ ചില ഏമാന്മാർ ചില പോലീസ് സ്റ്റേഷനിൽ 6-7 SI കാണും. ഇവർ പലർക്കും ഒരു പണിയൊന്നുമില്ല, SHO മെയിൻ. പക്ഷേ ഇവർ താഴേക്ക് വരുമ്പോൾ ഈ മസിൽ പിടിച്ചൊക്കെ ഇങ്ങനെ കാണിക്കും. എനിക്കിതറിയാം. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നോട് ഇതിലൊരു ചങ്ങാതി പറയാ, ഏട്ടാ നിങ്ങൾക്ക് ഈ ബൈബിൾ പ്രസംഗിച്ചാൽ പോരെ, എന്തിനാ ഈ 19-ാം നൂറ്റാണ്ടിലേക്ക് കയറുള്ളൂ, 20-ാം നൂറ്റാണ്ടിലേക്ക് കയറുള്ളൂ എന്നാ പറയുന്നു. എന്നിട്ട് അതേ എന്നെ ഇത് മര്യാദയ്ക്ക് പഠിപ്പിച്ചു. സത്യം പറഞ്ഞ ഒരാൾ എന്നെ സുവിശേഷം പഠിപ്പിച്ച SI പ്രസംഗിക്കേണ്ട എങ്ങനെയാണ്. ഞാനെല്ലാം കേട്ടിട്ട്, സാറേ വളരെ നല്ല, എന്നോട് ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞ ആരുമില്ല. സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനല്പം ഭരണഘടന പഠിപ്പിക്കാം, കേട്ടിട്ട് പോയാൽ മതി. അപ്പോൾ സാറെന്നെ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ സാറിനെ ഒരല്പം നേരം അത് കേട്ടിട്ടേ പാടുള്ളൂ. ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിച്ചു അത്യാവശ്യം. ഭരണഘടന ആ ഭാഷയെ പറയുമ്പോൾ രസകരമല്ലേ. ആർട്ടിക്കിൾ 19 എന്താ, ആർട്ടിക്കിൾ 21 എന്താ, അത് കേട്ടിട്ട് പോയാൽ മതി. ഇത് കേൾപ്പിച്ചു. എന്താ എൻ്റെ അർത്ഥം എന്നറിയണ്ടേ? എനിക്ക് അവകാശമുണ്ടെന്ന് ഈ രാജ്യത്ത്. അത് ഇട്ടുള്ള കളിയൊന്നുമില്ല, അത് വേറെ കാര്യം. ഞാൻ വോട്ട് ചെയ്യുന്ന, ഞാൻ നികുതി അടയ്ക്കുന്ന ഈ രാജ്യത്ത് എനിക്ക് ഭരണഘടനാവകാശമുണ്ട്. പ്രത്യേകിച്ച് ആരും ഒന്നും തരണ്ട, അത് ഞാൻ എടുത്തോളാം. എഴുതി വെച്ചേക്കുന്ന സംഗതിയല്ലേ, പിന്നെ ഇതിനെ പ്രത്യേകിച്ച് തരുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് തുടങ്ങാൻ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ ഒരുമിച്ച് അതിന് പവർ കൊടുത്തേക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പുതുതായിട്ടൊരാൾ കൊണ്ടു തരണ്ട. നമ്മൾ ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സരസീപ്പിയുടെ കേരളത്തിലും ഒന്നുമല്ല ജീവിക്കുന്നത്. കാലം പോയി. പറഞ്ഞെന്തിനാ ഈ സ്ഥാനാർത്ഥികളെല്ലാം വന്ന് നമ്മോട് പറയുക, നിങ്ങൾക്ക് വെളിച്ചം തരാം, വീട് തരാം, അരി തരാം എന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ ചെയ്യും അവർ. ഒരു നേതാവ് വന്നിട്ട് പറയാം, ഇത് അടുത്തൊരു 5 വർഷത്തേക്ക് വെളിച്ചം പ്രത്യേകിച്ച് ഉണ്ടാകുകയില്ല, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോണം, ചിലപ്പോൾ ഉള്ളത് കൂടെ പോയേക്കും. റോഡ് അതിപ്പോൾ ചിന്തിക്കണ്ട. ഇങ്ങനൊരാൾ പ്രസംഗിച്ചെന്ന് വിചാരിക്കുക, നിങ്ങൾ കൂടുവോ പാർട്ടിയിൽ? കൂടുവോ? അങ്ങനെ ഒറ്റ നേതാവേ ലോകത്തുള്ളൂ. എങ്ങനെ? കുഞ്ഞുങ്ങളെ നിങ്ങൾ എനിക്കൊപ്പം നിൽക്ക്, നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. പലരും എൻ്റെ നാമനിമിത്തം നിങ്ങളെ പീഡിപ്പിക്കും, വഴിയോരങ്ങളിൽ വലിച്ചിരച്ചു കൊണ്ടുവരും, ആക്ഷേപിക്കും. എന്തൊക്കെ ദോഷം എൻ്റെ കൂടെ കൂടിയാലുണ്ടെന്ന് കൃത്യം പറഞ്ഞ അണികൾക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് കൂട്ടത്തിൽ കൂട്ടിയ യുഗപുരുഷൻ്റെ പേരാ കർത്താവായ യേശുക്രിസ്തു. ആ പാലസ്തീനിയായുടെ മഞ്ഞണിഞ്ഞ താഴ്വരയിൽ നിന്ന് 2000 ആണ്ടുകൾക്കപ്പുറത്ത് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ അണികളെ കൂട്ടിയപ്പോൾ കണ്ടവർ ചിന്തിച്ചു, ഇതിവിടെ വിജയിക്കില്ല. പാലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവിൽ മാത്രം ഒതുങ്ങി തമസ്കരിക്കപ്പെടേണ്ട മാർഗമെന്ന് ചിന്തിച്ച യേശുവിൻ്റെ സുവിശേഷത്തെ പവർഫുള്ളാക്കാൻ, ശക്തിമത്താക്കാൻ 50-ാം ദിവസം ഇറങ്ങി വന്ന കാര്യസ്ഥൻ്റെ ഇടപെടലാ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ ലോകത്തിൻ്റെ 5 വൻകരകളിലും 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രസംഗിക്കപ്പെടുന്ന ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. സകല ഭാഷകളിലും സകല രാജ്യങ്ങളിലും സകല ജനതയ്ക്കിടയിലും ഇടവേളകളില്ലാതെ പ്രസംഗിക്കപ്പെടുന്ന ഒറ്റ മനുഷ്യൻ്റെ പേര് യേശുക്രിസ്തു എന്ന് മാത്രമാണ്. ഈ പ്രഭാതത്തിൽ പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് യേശുവിനെ കുറിച്ച് ആരോ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഭൂമിയുടെ മറുകരയിൽ പകൽ ആരംഭിച്ചിരിക്കുന്നു, അവിടെയും പ്രസംഗിക്കും യേശുവിനെ കുറിച്ച്. വീണ്ടും പറയട്ടെ, ചക്രവാളം മുതൽ ചക്രവാളം വരെ 24 മണിക്കൂറും ഇടതടവില്ലാതെ കേൾക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ നാമം യേശുക്രിസ്തുവിൻ്റെ നാമമെങ്കിൽ ഞങ്ങൾ അറിയുന്ന സുവിശേഷത്തിൻ്റെ മഹിമ ഈ രാത്രി ഇങ്ങനെ ഉയർത്തട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ആത്യന്തിക നാമം യേശുക്രിസ്തുവിൻ്റെ നാമം. പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് നമ്മൾ പിരിയുമ്പോൾ ഈ ആത്മശക്തി നിങ്ങൾക്കൊരു പുതിയ ബലം തരട്ടെ, ഒരു പുതിയ ചൈതന്യം തരട്ടെ,
ഒരു പുതിയ കൃപ തരട്ടെ. എല്ലാത്തരം തിന്മകളെയും നമുക്കൊന്ന് ജയിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരനുഭവം അങ്ങോട്ട് പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. ശയ്യാവലംബനായ ഒരു ഗുണ്ടയെ ഒരിക്കൽ എനിക്ക് പ്രാർത്ഥിക്കേണ്ടി വന്നു. നമ്മൾ നടുവൊക്കെ ഒടിഞ്ഞ് കിടക്കാണ്. അധികം പ്രായമുള്ളൊരു 40 വയസ്സൊക്കെ ഉള്ള പയ്യനാണ്. ഇനി ഈ ഗുണ്ടകളെന്ന് പറയുമ്പോൾ ക്ഷമിക്കണം, ലോകത്തിലൊരു ഗുണ്ടയ്ക്കും ആരോടും വൈരാഗ്യമില്ല. അവൻ പിന്നെ ആളുകൾ പറഞ്ഞു വിടുന്നു, നീ ചെന്ന് തട്ടിട്ട് പോയെന്ന് പറയുമ്പോൾ അവൻ വന്ന് തട്ടുന്നു. അവനോട് നമ്മൾ ചിരിക്കുക, ചേട്ടാ എന്തിനാ ഇത്? എന്നോടവൻ പറഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ പിണക്കൊന്നുമില്ല. ഇപ്പം ഇയാളുടെ പ്രശ്നം എന്താണെന്നറിയണ്ടേ? വയ്യ കിടക്കുക, മരിച്ചു ആൾ. മരിച്ചപ്പോഴും ഞാനാ പോയി അടക്കിയ. ആ സഹോദരി എന്നോട് പറഞ്ഞു, സാർ ആളെ ഉറക്കമില്ല, രാത്രി അസ്വസ്ഥനാകുക, എല്ലാവരെയും അങ്ങ് അസ്വസ്ഥപ്പെടുത്തുക, ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ പരിചയപ്പെട്ടു. ഇപ്പം അവനാ കിടപ്പ് കിടക്കുക. ഞാൻ പറഞ്ഞു, ചങ്ങാതി ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് ഉറക്കം കിട്ടും, ശാന്തത കിട്ടും, ധൈര്യമായിട്ടിരി, പോയതൊക്കെ പോട്ടെ. ഇവൻ എന്നോട് ചോദിക്കുക, സാർ ഉറക്കം കിട്ടുമോ? കിട്ടും. പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉറക്കം കിട്ടുമല്ലേ? കിട്ടും. പ്രാർത്ഥിക്കല്ലേ? എനിക്ക് ഉറക്കം വേണ്ട. അതെന്തുപറ്റി? പറയാ കക്ഷി, സാർ ഒരിക്കലും മനുഷ്യനെ ഒരു പാടവരമ്പത്ത് ചവിട്ടി വീഴിച്ചു. കയ്യിൽ വടിവാളുണ്ട്. അയാൾ ചാടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ആ റോഡിൽ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് വെട്ടാൻ വരുന്ന മനുഷ്യന് നേരെ ഒരു പ്ലാസ്റ്റിക് കവറിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, കൊല്ലല്ലേ, പപ്പായ്ക്കുള്ള മരുന്നാ, കൊല്ലല്ലേ, കുഞ്ഞിനുള്ള ആഹാരമാണ്, അത് കാത്തിരിക്കും. സാർ അന്നത് കേട്ടിട്ടും മനസ്താപം വന്നില്ല. ചവിട്ടി അവനെ താഴെയിട്ട് തലങ്ങും വിലങ്ങും വെട്ടി. അവൻ്റെ കയ്യിൽ നിന്ന് ഈ പാക്കറ്റൊക്കെ തെറിച്ചിട്ട് ഷുഗറിൻ്റെ മരുന്നും പരിപ്പോടയും പഴമൊക്കെ ചെതറിക്കിടക്കുന്നത് കണ്ടു. അവൻ അന്ന് മരിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞ ആൾ മരിച്ചു. കാരണം ഇതാന്ന് എനിക്കറിയാം. കേസൊന്നും ബലവത്തായില്ല. നാട്ടിലെല്ലാവർക്കും എന്നെ പേടിയായി. ഞാൻ പറയാ കഥ. പക്ഷെ ഇന്ന് ഞാൻ ഈ അവസ്ഥയിലെത്തി. കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ആ ചവിട്ടി വഴിയിലിട്ട മനുഷ്യൻ എൻ്റെ കൺമുമ്പിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ടവൻ ഇങ്ങനെ കൈനീട്ടി പറയാ, പപ്പായ്ക്കുള്ള മരുന്നാ, കുഞ്ഞിനുള്ള ആഹാരമാണ്, ഇത് കേട്ട് കഴിക്കാൻ വയ്യ, ഉറക്കമില്ല, മരണം കിട്ടുന്നില്ല. എന്തിനാ ഈ പറഞ്ഞേ? ഇതൊരു മനുഷ്യൻ്റെ അനുഭവമല്ല. ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യമാണ്, ഇപ്പം നല്ല കൈക്കരുത്താ. നിങ്ങൾക്ക് ഏത് കരുത്തനെയും അടിച്ചു വീഴിക്കാനുള്ള സന്നദ്ധതയുണ്ട്. രക്ഷിക്കാൻ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷവും എല്ലാവരും ഒന്നിക്കും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ഉറക്കറയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവർത്തിച്ചുകൂടാത്ത രാത്രികൾ കടന്നു വരുമ്പോൾ ഒരാൾക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ വേദനിക്കുന്ന ആ മുരടിപ്പ് ഭവിച്ച ജീവിതത്തിൻ്റെ ഉത്തരം ഈ ആത്മശക്തിയാ. അത് നിനക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ദൈവപുത്രൻ ഇന്ന് രാത്രി നിന്റെ പാവക്കറകളെ മുഴുവൻ കഴുകി ഒരു പുതുജീവിതം നിനക്ക് തരാൻ സന്നദ്ധനായി ഇന്ന് വന്നിട്ട് പറയാ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങൾ